ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ബൈ കിറ്റി ഗെയിൽ ഫെർഗൂസൺ. അതെ, ഈ പർട്ടിക്കുലർ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇനി ബാക്കി ഭാഗം കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈലാണ് കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് എടുത്തതിന് ബാക്കിയാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടം വരെയാണ് നിർത്തിയത്. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം, ആ പാരഗ്രാഫ് വരെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. സോ ഇന്ന് നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് അമിയോട്രോഫിക് ലേറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ അസുഖം ബാധിച്ച് അദ്ദേഹം ഭയങ്കര പത്തറ്റിക് ആയ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ടൈമിൽ അദ്ദേഹം ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലും കൂടി ആയിരുന്നു. മൈൻഡ് ഭയങ്കര ഡീപ്പ് ഡിപ്രഷനിലായിരുന്നു. ആ ടൈമിൽ അദ്ദേഹത്തിന്റെ മൈൻഡിലുണ്ടായ തോട്ട്സിനെയാണ് ഇവിടെ കിറ്റി ഗെയിൽ ഫെർഗൂസൺ കോട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ കോട്ട് എന്തൊക്കെയാന്ന് നോക്കാം. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വെർ റാദർ കൺഫ്യൂസ്ഡ്. ആ സമയങ്ങളിൽ എന്റെ സ്വപ്നങ്ങൾ വളരെ ആശയക്കുഴപ്പം നിറഞ്ഞവയായിരുന്നു. ഹി അഡ്മിറ്റഡ്, അത് അദ്ദേഹം അംഗീകരിക്കുന്നു. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. എന്റെ രോഗനിർണയം നടത്തുന്നതിന് മുമ്പ് എന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ലൈഫുമായിട്ട് എനിക്ക് ജീവിതം വളരെ മടുത്തു തുടങ്ങിയിരുന്നു. ദർ ഡിഡ് നോട്ട് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ്. എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ, പക്ഷെ ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം ഐ ഡ്രീംഡ് ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. ഞാൻ കണ്ട സ്വപ്നങ്ങളിലെല്ലാം ഞാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളായിട്ടായിരുന്നു. I suddenly realized that there were a lot of worthwhile things to do if I were recovered. ഞാൻ എൻ്റെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ എനിക്കിവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ മൈൻഡിലൂടെ കടന്നു പോകുന്ന തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം കാണുന്ന സ്വപ്നങ്ങളിലെല്ലാം അദ്ദേഹം ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ആളെ പോലെ. കാരണം ഇവിടെ വധശിക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ രോഗാവസ്ഥയെ തന്നെ ആയിരിക്കാം. കാരണം അത്രയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചതിന് തുല്യമായിട്ടാണ് അയാൾ ആ രോഗാവസ്ഥയെ കാണുന്നത്. അപ്പോ ഈ വധശിക്ഷയിൽ നിന്ന് തനിക്ക് മോചനം കിട്ടിയാൽ, അതായത് ഈ രോഗാവസ്ഥ മാറുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ തനിക്ക് ഇനിയും ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം മൈൻഡിൽ വിചാരിക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ തോട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. Another recurring dream was the idea of sacrificing my life to save others. എന്റെ മൈൻഡിൽ അടുത്തതായിട്ട് വരുന്ന റിക്കറിങ് എന്ന് പറഞ്ഞാല് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡ്രീം. പിന്നെ അതിനുശേഷം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഡ്രീം എന്താന്ന് വെച്ചാല് ഒരു ഐഡിയ ആയിരുന്നു അത്. എൻ്റെ ലൈഫ് ഞാൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ത്യജിച്ചാലോ. അടുത്തതായിട്ട് എൻ്റെ മൈൻഡിൽ വന്ന ഡ്രീം എന്ന് പറഞ്ഞാല് എൻ്റെ ജീവിതം മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ത്യജിച്ചാലോ എന്നാണ്. After all, if I were going to die, I might as well as do some good. ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന അനദർ ആയിട്ടുള്ള അടുത്ത റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഡ്രീം എന്താന്ന് വെച്ചാല് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി താൻ തന്റെ സ്വന്തം ജീവിതം സാക്രിഫൈസ് ചെയ്യുന്നതാണ്. പിന്നെ അദ്ദേഹം മൈൻഡിൽ വിചാരിക്കുകയാണ്, ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്പ്ഡ് ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്. ഹോക്കിങ്ങിന്റെ ഡോക്ടേഴ്സ് വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പോ അമിയോട്രോഫിക് എന്ന് പറഞ്ഞ ആ ഒരു രോഗത്തിന്റെ മൂർച്ഛിച്ച അവസ്ഥയിൽ നിൽക്കുവാണ്. അപ്പൊ ഡോക്ടേഴ്സ് വിചാരിച്ചത് എന്താ വെച്ചാല് അദ്ദേഹത്തിന് ഇതിൽ നിന്നൊരു റിക്കവറി ഉണ്ടാവില്ല. ആ രോഗം ഒരു സ്റ്റെബിലൈസ് ആയിട്ട്
ഇങ്ങനെ ഒരു സ്ഥായി ഭാവത്തിൽ പോകുന്നാണ്, സ്ഥായി ആയിട്ട് നിൽക്കുന്നാണ് അവര് വിചാരിച്ചത്. ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി. പക്ഷേ ആ രോഗം പെട്ടെന്ന് മൂർച്ഛിച്ചു, പെട്ടെന്ന് വഷളായി. They soon informed him that he had only about 2 more years to live. അങ്ങനെ ഡോക്ടേഴ്സ് ഹോക്കിങ്ങിനെ ഇൻഫോം ചെയ്തു, നിങ്ങൾക്ക് ഏറിപ്പോയാല് 2 വർഷം കൂടി ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഡോക്ടേഴ്സ് വിധി എഴുതി. 2 years passed. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. The progression of the disease had slowed. അങ്ങനെ ആ രോഗത്തിന് ചെറിയ പുരോഗതി ഒക്കെ ഉണ്ടായിരുന്നു. ആ പുരോഗതിയെല്ലാം സ്ലോ ചെയ്തു. അതായത് വേണ്ട വിധത്തിലുള്ള ചേഞ്ച് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഐ ഡിഡിൻറ്റ് ഡൈ. ഞാൻ മരിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന്റെ തോട്ടാട്ടോ പറയുന്നേ. ഐ ഡിഡിൻറ്റ് ഡൈ. ഇൻ ഫാക്ട് ആൾദോ വേർ എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ. I found to my surprise that I was enjoying life in the present more than before. ഞാൻ മരിച്ചില്ല. എന്റെ ഭാവിയെക്കുറിച്ച് ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ എന്റെ നിലവിലുള്ള ലൈഫ് ആസ്വദിക്കുന്നു, മുന്നത്തേതിനേക്കാളേറെ. അപ്പൊ അദ്ദേഹം പറയാണ്, ഇത്രയും വലിയ രോഗം വന്നിട്ടും ഞാൻ മരിച്ചില്ല. എന്റെ ഭാവിയെ കുറിച്ചിട്ട് ഒരു അനിശ്ചിതാവസ്ഥ, ഒരു ചേഞ്ച് ഇല്ലാത്ത ഒരു ഡേഞ്ചർ കണ്ടീഷൻ ഉണ്ടായിരുന്നു, അത് സത്യമാണ്. എങ്കിലും ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജീവിതം മുന്നത്തെ ജീവിതത്തെക്കാൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രസന്റ് ലൈഫ് എനിക്ക് മുന്നത്തെ ലൈഫിനേക്കാൾ ഹാപ്പിനെസ് തരുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ തോട്ടാണ്. അതിവിടെ കിറ്റിയൽ ഫെർഗൂസൺ കോട്ട് ചെയ്തതാണ്. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, ദോ സ്റ്റിൽ എ നോട്ട് ടു ഡിസ്റ്റന്റ് സെർട്ടനിറ്റി. എനിക്ക് പൂർണ്ണ രോഗാവസ്ഥ ഉണ്ടായിരുന്നു, സെർട്ടനിറ്റി ഉറപ്പാണ്. എൻ്റെ പൂർണ്ണമായ വൈകല്യവും മരണവും എനിക്ക് വളരെ ദൂരെ ഒന്നും ആയിരുന്നില്ല. അതായത് മേ ബി ഈ രോഗം വന്നിട്ട് ഞാൻ പറ്റിയ കിടപ്പിലായേനെ, അല്ലെങ്കിൽ ഞാൻ മരിക്കാനും ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വൈകല്യവും രോഗവും എന്നിൽ നിന്ന് ഒട്ടും അകലെയല്ല. എങ്കിലും അതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ്പോൺ ചെയ്തു, മാറ്റിവെച്ചു. അതായത് അദ്ദേഹത്തിന്റെ മരണത്തെയും വൈകല്യത്തെയും എല്ലാം മാറ്റി നിർത്തി അദ്ദേഹം. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രൈവ്. അദ്ദേഹത്തിന് ഹാഡ് ഹിസ് റിപ്രൈവ്, എ പ്രിക്കേരിയസ് ആൻഡ് എ ടെമ്പററി വൺ. അദ്ദേഹത്തിന് ഒരു റിപ്രൈവ്, അദ്ദേഹത്തിന്റെ വധശിക്ഷയിൽ നിന്ന്, രോഗാവസ്ഥയിൽ നിന്ന് ഒഴിവാക്കി. പ്രിക്കാരിയസ് ആൻഡ് ടെമ്പററി, അത് അസ്ഥിരവും താൽക്കാലികവുമായിരുന്നു ആ ഒഴിവാക്കല്. അതായത് ആ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് അസ്ഥിരമായിരുന്നു, സ്ഥിരമായിട്ട് മാറ്റി നിർത്തിയതുമല്ല, താൽക്കാലികമായിട്ടാണ്. ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ്. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് വിലയേറിയതാണ്. അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിന്റ് ആൽബൻസ്, just before he entered the hospital for tests, Hawking met Jane Wilde. To her, this disheveled graduate student seemed terribly intelligent, eccentric, and rather arrogant. But he was interesting and she liked his wit. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ രോഗത്തിൽ നിന്ന് പ്രോഗ്രസ് ആയി വന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, എന്നാൽ ഈ രോഗം മാറുമെന്നും ആർക്കും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുവാണ്. അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിന്റ് ആൽബൻസ്. അങ്ങനെ സെയിന്റ് ആൽബൻസ് സ്കൂളിലെ ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് ജസ്റ്റ് ബിഫോർ ഈ എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റസ്, ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്നതിന്റെ കുറച്ചു മുന്നേ ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. ജെയിൻ വൈൽഡിനെ ഹോക്കിംഗ് കാണുന്നു. ജെയിൻ വൈൽഡ് ഹോക്കിങ്ങിന്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അവരാരാന്ന് നമുക്ക് ഈ പ്രൊഫൈൽ എൻഡ് ചെയ്യാനാവുമ്പോഴത്തേക്ക് മനസ്സിലാവും. അങ്ങനെ അവിടെ വെച്ചിട്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെ ഹോക്കിംഗ് മെറ്റ് ചെയ്യുന്നു. ആരാണത്? ജെയിൻ വൈൽഡ്. ടു ഹെർ ദിസ് ഡിഷവൽഡ് ഗ്രാജുവേറ്റ്. ഡിഷവൽഡ് എന്ന് പറഞ്ഞാല് അടുക്കും ചിട്ടയും ഇല്ലാത്ത, എക്സെൻട്രിക് അസാധാരണമായ, അരഗന്റ് ധാർഷ്ട്യക്കാരൻ. അപ്പം ടു ഹെർ ദിസ് ഡിഷവൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് സീംഡ് ടെറിബിളി ഇന്റലിജന്റ്, എക്സെൻട്രിക് ആൻഡ് റാദർ അരഗന്റ്. അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിഷവൽഡ്, അടുക്കും ചിട്ടയില്ലാത്ത ഗ്രാജുവേറ്റ്,
അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെയാണ്. ഈ ഡിഷവൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് സീംഡ് ടെറിബിളി ഇന്റലിജന്റ്. അവള് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടത് ടെറിബിളി ഇന്റലിജന്റും അതുപോലെ തന്നെ അയാളിൽ എന്തോ അസാധാരണതയുള്ളതായിട്ടും പിന്നെ ഭയങ്കര ധാർഷ്ട്യക്കാരനൊക്കെ ആയിട്ടാണ് അവൾക്ക് അയാളെ തോന്നിയത്. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ അദ്ദേഹം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്. അതുപോലെ അവള് അദ്ദേഹത്തിന്റെ വിറ്റ്, തമാശകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. When Jane met him again, sorry. When Jane met him again after his discharge from the hospital, he was really in a pathetic state. I think he's lost his will to live. He was very confused, she commented. She was not, however, put off by his physical or mental condition. She was rather a shy teenager, serious-minded, with a strong faith in God ingrained from childhood by her mother, and a belief that good can come out of any adversity. When Jane met him, എന്നാണോ ജെയിൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടത്, വീണ്ടും കണ്ടത്, മെറ്റ് ഹിം അഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. അങ്ങനെ സ്റ്റീഫൻ ഹോക്കിങ്സ് ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റിന് പോകുമ്പോഴാണ് നമ്മളെ ജെയിനിലെ സ്റ്റീഫൻ ഹോക്കിങ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഹോക്കിംഗ് ഡിസ്ചാർജ് ആയതിനു ശേഷം അവർ തമ്മിൽ വീണ്ടും കാണുന്നു. ആ ടൈമിൽ അയാളുടെ സിറ്റുവേഷനെ പറ്റിയിട്ട് ജെയിൻ ഇവിടെ കമന്റ് ചെയ്യുന്നുണ്ട്. അവള് പറയുന്നുണ്ട്, ഹി വാസ് റിയലി ഇൻ എ പതറ്റിക് സ്റ്റേറ്റ്. അദ്ദേഹം ഒരു പരിതാപകരമായ അവസ്ഥയിലൂടെ ആയിരുന്നു അപ്പൊ പോയിക്കൊണ്ടിരുന്നത് ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം. ഐ തിങ്ക് ഹീസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ്. ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വില്ല്, ധൈര്യം നഷ്ടപ്പെട്ടു എന്നാണ്. ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്. അദ്ദേഹം വളരെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഷീ കമന്റഡ് എന്ന് അവള് പറഞ്ഞു. ഷീ വാസ് നോട്ട്, ഹവർ, പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെന്റൽ കണ്ടീഷൻ. പക്ഷെ അവള് ശാരീരികവും മാനസികവുമായ കണ്ടീഷൻ, അദ്ദേഹം ഇപ്പൊ ഒരു പതറ്റിക് കണ്ടീഷനിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആ പതറ്റിക് കണ്ടീഷൻ കണ്ടിട്ട് അവൾക്കൊരു വെറുപ്പും ഇല്ല. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാല് ഹേറ്റഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിനോട് അവൾക്ക് ഒരു വെറുപ്പും തോന്നിയില്ല. Even though he was going through a pathetic condition, she doesn't feel any put off towards him. Okay, she was rather his physical shy teenager, serious man, with a strong faith in God. She was rather a shy. അവള് ഒരു നങ്കുണിങ്ങിയാണ്, ഒരു ഷൈ ടീനേജർ ആണ്. അവള് സീരിയസ് മൈൻഡഡ് ആണ്, വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അവൾക്ക് ദൈവത്തിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസം ചെറുപ്പം മുതൽ അവളില് വേരുള്ളതാണ്. അവളുടെ അമ്മയിൽ നിന്ന് പകർന്ന വിശ്വാസമാണ് അവൾക്കുള്ളത്. ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. അതുപോലെ അവള് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആപത്തുകളിൽ നിന്ന് നല്ലത്, അതായത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നല്ലത് വരും എന്നൊരു വിശ്വാസവും അവൾക്കുണ്ടായിരുന്നു. അപ്പം സ്റ്റീഫൻ ഹോക്കിങ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷവും അവര് സ്റ്റീഫൻ ഹോക്കിങ്ങും ജെയിനും വീണ്ടും കണ്ടുമുട്ടി. ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിങ് വളരെ പതറ്റിക് കണ്ടീഷനിലായിരുന്നു. എന്നിരുന്നാലും അപ്പൊ അവക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇപ്പൊ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ
അങ്ങനെയൊക്കെ അവള് തോന്നി, അവള് കമന്റ് ചെയ്തു. അവൾക്ക് തോന്നിയപ്പോ അവള് പറഞ്ഞു. അങ്ങനെ അയാള് ഭയങ്കര പതറ്റിക് കണ്ടീഷനിലായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ഫിസിക്കലും മെന്റലും ആയിട്ടുള്ള കണ്ടീഷൻ കണ്ടിട്ട് അവൾക്ക് ഒരു ഹേറ്റ്രഡും തോന്നിയില്ല. അവള് ഒരു ഷൈ ടീനേജർ ആണ്, സീരിയസ് മൈൻഡഡ് ആണ്. അവൾക്ക് ചെറുപ്പം മുതലേ അവളിൽ വേരൂന്നിയ ഉറച്ച ദൈവവിശ്വാസം ഉണ്ട് അവൾക്ക്. അവൾക്കുള്ള ഒരു ബിലീഫ് എന്താന്ന് വെച്ചാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നല്ലത് നമുക്ക് വന്നു ചേരുമെന്നൊരു വിശ്വാസം കൂടി അവൾക്കുണ്ട്. ഹോക്കിംഗ് admired her optimism and their friendship. ഹോക്കിംഗ് അവളുടെ ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസത്തില് അഡ്മയേർഡ് ആയി, അതില് ആകൃഷ്ടനായി. ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രാജുവൽ ആയിട്ട് പതിയെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ എ വൈൽ the two began to realize Jane's words. അപ്പോ അങ്ങനെ രണ്ടുപേരും കുറച്ച് കഴിയുമ്പോൾ, അതായത് കുറച്ച് കൂടി നാള് കഴിഞ്ഞപ്പോ രണ്ടുപേരും ബിഗാൻ ടു റിയലൈസ്, അവര് രണ്ടുപേരും വിശ്വസിക്കാൻ തുടങ്ങി. അത് ഇനി ജെയിനാണ് പറയുന്നത്. ദാറ്റ് ടുഗദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ. അപ്പൊ ജെയിന് പറയാണ്, ദാറ്റ് ടുഗദർ വി കുഡ് മേക്ക്, നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് വർത്ത് വൈൽ നല്ല കാര്യങ്ങൾ, നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ജെയിന് പറയും. അത് അവർ രണ്ടുപേരും റിയലൈസ് ചെയ്യുന്നുണ്ട്. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ഡിഫറൻസ്. സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി, അദ്ദേഹത്തെ പുതിയൊരാളാക്കി തന്നെ തീർത്തു. അദ്ദേഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ജെയിംസിന്റെ വേർഡ്സിന് സാധിച്ചു. He applied for a research fellowship at Caius, one of the colleges in Cambridge. അങ്ങനെ അദ്ദേഹം റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് കാംബ്രിഡ്ജിലെ ഒരു കോളേജിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ in 1965, at the age of 23, Hawking received his fellowship at Caius. അങ്ങനെ 1965 KS നിന്ന് അന്ന് ഹോക്കിങ്ങിന് 23 വയസ്സുള്ളത്, ഹോക്കിങ്ങിന് റിസർച്ച് ഫെലോഷിപ്പ് കിട്ടി. ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദ സെയിം ഇയർ ജെയിൻ ആൻഡ് ഹി വർ മാരീഡ്. അങ്ങനെ ആ ഇയറിലെ തന്നെ ജൂലൈ മാസത്തില് ജെയിനും അദ്ദേഹവും കല്യാണം കഴിച്ചു. They were married. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. He spoke with what sounded like a slight speech embodiment, but more that they remember his brashness in sections involving some of the world's most distinguished scientists. While other young researchers kept a reverential silence, Hawking daringly asked unexpected and penetrating questions. He clearly knew what he was talking about. His reputation as a genius, another Einstein, began then. നമുക്ക് നോക്കാം. അങ്ങനെ അദ്ദേഹം ജെയിനെ കല്യാണം കഴിച്ചു. ആ സെയിം ഇയർ തന്നെ അദ്ദേഹത്തിന് കാസിലെ റിസർച്ച് ഫെലോഷിപ്പും കിട്ടി. അപ്പൊ 1960-കളില്, അതായത് ലേറ്റ് 1960-കളിലെ അവസാനമായപ്പോഴത്തേക്കും ആളുകള് ഇയാളെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നോക്കി കാണാൻ തുടങ്ങിയത് യൂണിവേഴ്സിറ്റിയിലെ കോറിഡോഴ്സിലൂടെ. ഒരു കെയിൻ മീൻസ് ചൂരലും പിടിച്ച്, ഐ മീൻ ആ യൂണിവേഴ്സിറ്റിയിലെ കോറിഡോർസിലെല്ലാം ഇദ്ദേഹത്തെ പറ്റി പറയാൻ തുടങ്ങി. ആൻഡ് സപ്പോർട്ടിങ് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് ദ വാൾ. അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈഫിൽ വന്ന എല്ലാ വാൾസ് ഡേഞ്ചേഴ്സിനെയൊക്കെ തരണം ചെയ്തു വന്നു.
he spoke with what sound like his slight speech impediment. അദ്ദേഹം സംസാരിച്ചത്, അതായത് അദ്ദേഹത്തിന്റെ സൗണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു നേരിയ സംസാര തടസ്സമുള്ള പോലെ, അതായത് ശരിക്ക് സംസാരിക്കാൻ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തതുപോലെ ഇങ്ങനെ സംസാര തടസ്സം അദ്ദേഹത്തിന് കേട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സൗണ്ട് അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ more than that, they remember his brashness in sessions. അതിനു പുറമെ അന്നത്തെ ആളുകളെ ലേറ്റ് 1960s ആളുകൾ ഇപ്പോഴും ഓർക്കുന്നത് അയാളുടെ ബ്രാഷ്നെസ് എന്ന് പറഞ്ഞാല് ധാർഷ്ട്യം, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമൊക്കെ ഓർക്കുന്നുണ്ട്. ധാർഷ്ട്യം ഇൻ സെക്ഷൻസ്, അയാൾ ക്ലാസ് എടുക്കുമ്പോൾ അയാളുടെ ധാർഷ്ട്യത്തൊക്കെ അയാൾ മറ്റുള്ളവര് ഓർക്കുന്നുണ്ട്. ഇൻവോൾവിങ് സം ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഡിസ്റ്റിങ്ഷ്ഡ് സയന്റിസ്റ്റ്സ്. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം അദ്ദേഹത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മറ്റ് സയന്റിസ്റ്റുകളിൽ നിന്നെല്ലാം വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. വൈൽ അതർ യങ് റിസർച്ചേഴ്സ് കെപ്റ്റ് റെവറൻഷ്യൽ സൈലൻസ്. മറ്റ് ഫേമസ് ആയിട്ടുള്ള റിസർച്ചേഴ്സ്, അതായത് മറ്റ് ഫേമസ് ആയിട്ടുള്ള റിസർച്ചേഴ്സ് എല്ലാം ഒരു ആദരണീയമായ ഒരു ബഹുമാനത്തിലുള്ള ഒരു നിശബ്ദത ഇതിന്റെ അടുത്ത് കീപ്പ് ചെയ്തിരുന്നു. ഹോക്കിംഗ് ഡയർലി ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനിട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഈ റിസർച്ചേഴ്സ് ആദരണീയമായ ഒരു സൈലൻസോട് കൂടിയിട്ടാണ് ഹോക്കിങ്ങിനെ അപ്രോച്ച് ചെയ്യുക. ഈ ടൈമില് ഹോക്കിങ് ധൈര്യത്തോടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത പെനിട്രേറ്റിംഗ് തുറച്ചു കയറുന്ന ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമായിരുന്നു. He clearly knew what he was talking about. അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അദ്ദേഹം എന്താണ് സംസാരിക്കുന്നതെന്ന്. His reputation as a genius, another Einstein, began then. അങ്ങനെ അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ, പ്രശസ്തി, ഒരു ജീനിയസ് എന്ന പേരിലും മറ്റൊരു ഐൻസ്റ്റീൻ എന്ന പേരിലും അദ്ദേഹത്തിന് ആർജിച്ചു. ഓക്കെ. In 1980, a practical need for funds launched him into a new enterprise that was to have a far-reaching impact on the Hawkins and others all over the world. He thought of writing a book about the universe, about the most interesting questions, what had made him want to study cosmology and quantum theory. Where did the universe come from? Is the universe infinite, or does it have any boundaries? Will it come to an end? If so, how? Is there a complete theory of universe and everything in it? Is there a beginning of time? Could time run back? The book begins by rewinding the great theories of the cosmos from Newton to Einstein. Here the book makes science understandable to non-scientists. നമുക്ക് നോക്കാം. In 1980, a practical need for ഫണ്ട്, അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള നീഡ് ഫണ്ട്സിന് വേണ്ടി ഉണ്ടാക്കി. അതിന്റെ ഭാഗമായിട്ട് ലോഞ്ച് അദ്ദേഹത്തെ ന്യൂ എന്റർപ്രൈസിൽ ലോഞ്ച് ചെയ്തു. ദാറ്റ് വാസ് ടു ഹാവ് എ ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഓൺ ദ ഹോക്കിങ്സ് ആൻഡ് അതേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. അങ്ങനെ അദ്ദേഹം ഒരു ന്യൂ എന്റർപ്രൈസിൽ അദ്ദേഹത്തെ സ്വയം ഇൻവെസ്റ്റ് ചെയ്തു. അത് അദ്ദേഹത്തിന്റെയും മറ്റുള്ളവരുടെയും ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദി യൂണിവേഴ്സ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ 1980s അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായി.
യൂണിവേഴ്സ്, അതായത് പ്രപഞ്ചത്തെ പറ്റിയിട്ട് ഒരു പുസ്തകം എഴുതിയാലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. അബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം വാണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. അപ്പൊ അദ്ദേഹം മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അയാളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തെ ക്വാണ്ടം തിയറിയും അതുപോലെ തന്നെ കോസ്മോളജിയും പഠിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് തോട്ട്സും ക്വസ്റ്റ്യൻസും അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ത്തിന് കോസ്മോളജിയും അതുപോലെ ക്വാണ്ടം തിയറിയും പഠിക്കണം എന്നായി. വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആട്ടെ പറയുന്നത്. വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? ഈ പ്രപഞ്ചം എവിടെ നിന്നാണ് വന്നത്? ഈ പ്രപഞ്ചം എവിടെ നിന്നാണ് വന്നത്? ഈസ് ദ യൂണിവേഴ്സ് ഇൻഫൈനൈറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണോ, അതായത് ബൗണ്ടറി ഒന്നും ഇല്ലാത്തതാണോ? ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്, അതോ ഇതിന് ബൗണ്ടറി ഒക്കെ ഉണ്ടോ? ഇൻഫിനിറ്റ് മീൻസ് ബൗണ്ടറി ഒന്നും ഇല്ലാത്ത. ഇപ്പൊ നമ്മുടെ നമ്പേഴ്സ് ഒക്കെ നമ്പേഴ്സ് എല്ലാം ഇൻഫിനിറ്റാ, കാരണം അതിന് കറക്റ്റ് ആയിട്ട് എവിടെ എൻഡ് ചെയ്യും എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിന് കൃത്യമായ ഒരു ബൗണ്ടറി ഉണ്ടോ, അതോ അത് ഒരു ഇൻഫിനിറ്റ് ആണോ? വിൽ ഇറ്റ് കം ടു ആൻഡ്? ഇഫ് സോ ഹൗ? ഇത് എന്തെങ്കിലും അവസാനത്തിലേക്ക് എത്തിച്ചേരുമോ? അങ്ങനെ എത്തിച്ചേരുകയാണെങ്കിൽ അത് എങ്ങനെ ആയിരിക്കും? ഈസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? യൂണിവേഴ്സിനെയും പ്രപഞ്ചത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങളെയും പറ്റി പറയുന്ന ഏതെങ്കിലും തിയറി ഇവിടെ ഉണ്ടോ? ഈസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം? യൂണിവേഴ്സിന്റെ ബിഗിനിങ്ങിനെ പറ്റി പറയാൻ നിങ്ങൾക്കൊരു ടൈം ഉണ്ടോ? എന്ന് തുടങ്ങി യൂണിവേഴ്സ്, എന്നാണ്, ഏത് കാലത്താണ് തുടങ്ങിയത് എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് ആകുമോ? കുഡ് ടൈം റൺ ബാക്ക്? സമയം ഇനിയും തിരിച്ചു പോകുമോ? അതായത് ടൈം ഇനി ബാക്കിലോട്ട് ട്രാവൽ ചെയ്യുമോ എന്ന് ചോദിക്കുക. ദ ബുക്ക് ബിഗിൻസ് ബൈ റിവൈൻഡിങ് ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് ദ കോസ്മോസ് ഫ്രം ന്യൂട്ടൺ ടു ഐൻസ്റ്റീൻ. അങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? എവിടെ നിന്നാണ് യൂണിവേഴ്സ് വന്നിട്ടുള്ളത്? ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണോ അതോ അതിന് ബൗണ്ടറീസ് ഉണ്ടോ? വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്? ഇഫ് സോ ഹൗ? ഇതിന് ഒരു അവസാനം ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ്? ഈസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? യൂണിവേഴ്സിനെയും അതിൽ ഉള്ളിലുള്ള എല്ലാ കാര്യത്തെയും പറയുന്ന ഒരു കംപ്ലീറ്റ് തിയറി ഇവിടെ ഉണ്ടോ? ഈസ് ദ ബിഗിനിങ് ഓഫ് ടൈം? ഇവിടെ ഒരു ബിഗിനിങ് ഓഫ് യൂണിവേഴ്സ് ബിഗിനിങ് ചെയ്ത ഒരു ടൈം നമുക്ക് പറയാൻ പറ്റുമോ? കുഡ് ടൈം റൺ ബാക്ക്? സമയം ഇനി തിരിച്ചു പോവോ? ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ബുക്ക് ബിഗിൻസ് ബൈ റിവൈൻഡിങ് ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് ദ. അങ്ങനെ അദ്ദേഹത്തിന്റെ ബുക്ക് ബിഗിൻ ചെയ്യുന്നത് ഒരുപാട് ഗ്രേറ്റ് തിയറീസ് റിവൈൻഡ് ചെയ്തിട്ടാണ്. ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള ഫേമസ് ആയ സയന്റിസ്റ്റസിന്റെ ഒക്കെ തിയറി യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതൊക്കെ റിവൈൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ബുക്ക് ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് എ സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയന്റിസ്റ്റസ്. അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് എന്തിനാന്ന് വെച്ചാല് സയൻസ് എന്ന വിഷയം സയൻസ് പഠിക്കുന്നവർ, സയന്റിസ്റ്റസ് അല്ലാത്ത എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. അപ്പോ ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള എല്ലാ സയന്റിസ്റ്റുകളുടെയും തിയറിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ബിഗിൻ ചെയ്യുന്നത്. ഈ പുസ്തകം എഴുതുന്നതിന്റെ
മെയിൻ എയിം എന്താന്ന് വെച്ചാൽ നോൺ സയന്റിസ്റ്റസ് ആയിട്ടുള്ള എല്ലാവർക്കും സയൻസിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. He completed the first draft in 1984. While the revision process was going on, he made a trip to Switzerland. There he has died with pneumonia and was left on a life support system. Doctors gave a choice as to whether a tracheotomy operation which would remove his windpipe should be conducted or not. It might save his life, but afterwards he would never again be able to speak or make a vocal sound with grave misgivings. Jane consented. അങ്ങനെ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് അയാള് ഡിസൈഡ് ചെയ്യും 1980. അങ്ങനെ ആ പുസ്തകത്തിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അദ്ദേഹം 1984 കംപ്ലീറ്റ് ചെയ്യും. വൈൽ ദ റിവിഷൻ പ്രോസസ് വാസ് ഗോയിങ് ഓൺ. അങ്ങനെ ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള റിവിഷൻ, അത് എഴുതിയതെല്ലാം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹി മേഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലാൻഡ്. ആ റിവിഷൻ ടൈമിൽ അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോകും. ഹി വാസ് ന്യൂമോണിയ. അവിടെ അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലാവും. ആൻഡ് വാസ് ലെഫ്റ്റ് ഓൺ എ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അങ്ങനെ അദ്ദേഹം ICUയിലൊക്കെയോ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ട്, ന്യൂമോണിയ അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ട് ഇദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തു. അങ്ങനെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം നിലനിൽക്കുന്നത്. Doctors gave a choice as to whether a tracheotomy operation which would remove his windpipe should be conducted or not. അപ്പൊ ഡോക്ടേഴ്സ് അദ്ദേഹത്തിന്റെ ലൈഫ് നിലനിർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ട്രക്കിയോട്ടമി എന്ന് പറഞ്ഞാൽ നാളത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ട് വിൻഡ് പൈപ്പ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിലനിർത്താം. ഇതായിരുന്നു ആ ഡോക്ടേഴ്സ് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഏക ചോയ്സ് എന്ന് പറഞ്ഞാല് ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ രക്ഷിച്ചേക്കാം. ബട്ട് ആഫ്റ്റർ വാട്ട്സ് ഹി നെവർ again be able to speak or make a vocal sound. പക്ഷെ നമ്മൾ ട്രക്കിയോട്ടമി സർജറി ട്രക്കിയോട്ടമി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വിൻഡ് പൈപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരിക്കലും സംസാരിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ വോക്കൽ സൗണ്ട്, വായിൽ നിന്ന് ഒരു സൗണ്ടും പുറത്തേക്ക് ഉണ്ടാക്കാനും പറ്റില്ല. അത് ഗ്രേവ് മിസ്ഗിവിങ്സ് ആണ്. അത് എന്താ അദ്ദേഹത്തിന് വളരെ മോശമായ ഒരവസ്ഥയായിട്ട് മാറും. ഗ്രേവ് മിസ്ഗിവിങ്സ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ സംശയങ്ങൾ, അതിനെ പറ്റിയിട്ട് ഒരുപാട് ഇങ്ങനെ ഗ്രേവ് മിസ്ഗിവിങ്സ്. അങ്ങനെ അദ്ദേഹത്തിന് വോക്കൽ സൗണ്ട് വരെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ജെയിൻ ആണല്ലോ ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വൈഫ്. ഈ ടൈം ആയപ്പോഴത്തേക്ക് അവർക്ക് 3 കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വൈഫ് ഗുരുതരമായ ഒരുപാട് സംശയങ്ങൾ, അതായത് ഈ ട്രക്കിയോട്ടമി സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഹോക്കിങ്ങിന്റെ ജീവൻ രക്ഷപ്പെടുമോ, അതോ ആ കണ്ടീഷൻ കൂടുതൽ വേഴ്സ് ആവുമോ, അങ്ങനെ ഒരുപാട് ഗുരുതരമായ കൺഫ്യൂഷൻസ് അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവര് ഓപ്പറേഷനുള്ള കൺസെന്റ് ആയിട്ട് സൈൻ ചെയ്തു കൊടുക്കും. The future looked very bleak. ബ്ലീക്ക് എന്ന് പറഞ്ഞാൽ മങ്ങിയ. ജെയിൻ റിമാർക്ക്ഡ്. അങ്ങനെ ജെയിൻ ഒരു പ്രസ്താവന നടത്തുകയാണ്. ഇത് കഴിഞ്ഞല്ലോ, ഈ ട്രക്കിയോട്ടമി സർജറി കഴിഞ്ഞു, ജെയിനിന്റെ കൺസെന്റോടെ അത് കഴിഞ്ഞു. ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്. ഭാവിയെ പറ്റി ഓർക്കുമ്പോൾ അത് വളരെ മങ്ങിയതായിട്ടാണ് കാണുന്നത്. ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രെത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ്. ഹോക്കിങ്ങിന് ഇനി ഒരിക്കലും വായിലൂടെയും മൂക്കിലൂടെയും ശ്വാസം എടുക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന്റെ വിൻഡ് പൈപ്പ്, ശ്വാസനാളം റിമൂവ് ചെയ്തല്ലോ. ബട്ട് ഓൺലി ത്രൂ എ പെർമനന്റ് ഓപ്പണിംഗ് മെയ്ഡ്
in his throat. അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ഉണ്ടാക്കിയ ഒരു പെർമനന്റ് ആയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ മാത്രമായിരിക്കും അദ്ദേഹം ഇനി ശ്വസിക്കുന്നത്. After many weeks of intensive care, he went home to join Jane and his 3 children. അങ്ങനെ ഒരുപാട് ദിവസത്തെ ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് നല്ല കൃത്യമായ പരിചരണം കിട്ടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്തു. ആ ടൈമിൽ അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്. അങ്ങനെ ജെയിന്റെ 3 മക്കളുടെയും കൂടെ അദ്ദേഹം ജോയിൻ ചെയ്തു. He was still too weak and till to continue his research. ഈ ടൈമിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര വീക്കാണ്, ടു വീക്കാണ്. ആൻഡ് ടിൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്, അങ്ങനെ അദ്ദേഹത്തിന്റെ റിസർച്ചും കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. വാൾട്ട് വോൾട്ടോസ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഉണ്ട് കാലിഫോർണിയയിലുള്ള. അദ്ദേഹത്തെ ഇയാളെ വിളിച്ചു വരുത്തും. Walt Wolters, a computer expert in California, sent him a program he had developed called the equalizer, which allowed Hawking to select words from the screen. അപ്പോൾ കാലിഫോർണിയയിലെ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈക്വലൈസർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത്. കാലിഫോർണിയയിലെ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഡെവലപ്പ് ചെയ്ത ഈക്വലൈസർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് അദ്ദേഹം ഹോക്കിങ്ങിന് സെൻഡ് ചെയ്ത് കൊടുക്കും. അത് അങ്ങനെ ആ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഹോക്കിങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈക്വലൈസർ എന്ന് പറഞ്ഞ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഹോക്കിങ്ങിന് സ്ക്രീനിൽ നിന്ന് വേർഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഹോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വളരെ കിടപ്പിലായ അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ബ്രീത്തിങ് ശ്വാസം എടുക്കുന്നത് വരെ നമ്മളെപ്പോലെ നോർമലി നോസിലൂടെയോ അല്ലെങ്കിൽ മൗത്തിലൂടെയോ ഒന്നുമല്ല, ത്രോട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹോളിലൂടെയാണ് അദ്ദേഹം ബ്രീത്തിങ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. ഈ സിറ്റുവേഷനിൽ ഈക്വലൈസർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കാലിഫോർണിയയിലെ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത്. ആ സോഫ്റ്റ്വെയർ അദ്ദേഹത്തെ സ്ക്രീനിലെ ലെറ്റേഴ്സ് തൊട്ട് കാണിക്കാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് അദ്ദേഹത്തിന്റെ റിസർച്ചിന് വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്യും. അത്രയും ഇല്ലായിട്ടുള്ള കണ്ടീഷനിലും അദ്ദേഹത്തിന്റെ ഡ്രീം അദ്ദേഹം വിട്ടുകളയാൻ തയ്യാറാവുന്നില്ല ഇവിടെ. He thought he would be unable to finish his books. അങ്ങനെ അദ്ദേഹം വളരെ വീക്കായ കണ്ടീഷനിൽ വിചാരിക്കുകയാണ്, എന്നെ കൊണ്ട് ഇനി എൻ്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. With of his student, Brand Pitt, A Brief History of Time was published in 1988, September 2005. So the release of an abridged version of the original book. This version updated to address the new issues that further scientific developments with the support of his student Brand Pitt. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ബ്രിയാൻറ്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അദ്ദേഹം 1980 എഴുതിയ പുസ്തകം, അതിന്റെ ടൈറ്റില് ഇവിടെ മുതലാണ് പറയുന്നത്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള പുസ്തകം 1988 തുടങ്ങിയ പുസ്തകം 1988 പബ്ലിഷ് ചെയ്യും. സെപ്റ്റംബർ 2015 റിലീസ് ഓഫ് ആൻ അബ്രിഡ്ജ്ഡ് വേർഷൻ ഒറിജിനൽ. അബ്രിഡ്ജ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ പതിപ്പ്.
അങ്ങനെ 2005 ഇതിന്റെ ഒരു ചുരുങ്ങിയ പതിപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ ബുക്കിന്റെ ചുരുങ്ങിയ റിലീസ് ചെയ്യുന്നുണ്ട്. ദിസ് വേർഷൻ വാസ് അപ്ഡേറ്റഡ് ടു അഡ്രസ് ദ ന്യൂ ഇഷ്യൂസ്. ഈ 2005 റിലീസ് ചെയ്ത ഈ അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് എന്താ, അത് അഡ്രസ് ചെയ്യുന്നത് ഒരു പുതിയ ഇഷ്യൂസ് ആണ്. That had arisen due to further scientific development. ഇപ്പോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പുതിയ പുതിയ ഫർദർ എന്താ ഇപ്പോ മോഡേൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവര് അഡ്രസ് ചെയ്യാണ് ഡെവലപ്മെന്റ്സ് ന്യൂ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. One will encounter a multitude of paradoxes in the book. ഒരാൾക്ക് ഈ പുസ്തകത്തില് മൾട്ടിറ്റ്യൂഡ് കൂട്ടം അപ്പൊ ഒരാൾക്ക് ഈ പുസ്തകത്തില് ഒരുപാട് മൾട്ടിറ്റ്യൂഡ് കൂട്ടം ഓഫ് പാരഡോക്സസ് ഒരു വ്യക്തിക്ക് ഈ പുസ്തകത്തിൽ ഒരുപാട് വികാസത്തിന്റെ ഒരു കൂട്ടം തന്നെ കാണാൻ സാധിക്കും. അപ്പോ ഈ പുസ്തകത്തില് അദ്ദേഹം നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ കറക്റ്റ് മീനിങ് എന്താന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം അത് അദ്ദേഹം സയന്റിഫിക് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് അതിന്റെ ലിറ്ററൽ മീനിങ് മാത്രമേ കാരണം ഇതിന്റെ മീനിങ് എന്താ എന്നുള്ളത് ഒരു സയന്റിസ്റ്റിന് മാത്രമാണ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഡോക്സ് എന്ന് പറയുന്നത് ടോട്ടൽ അദ്ദേഹം ഒരു 8 പാരഡോക്സ് ആണ് ഇതിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു 8 പാരഡോക്സ് ആണ് കിറ്റിഗേൽ ഫെർഗൂസൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. One will encounter a multitude of paradoxes in the book. In science and with people, things are often not what they seem, and pieces that ought to fit together refuse to do so. You will learn that beginnings may be endings. Cruel circumstances can lead to happiness, although fame and success may not. Two great scientific theories taken together seem to give us nonsense. Empty space isn't empty. Black holes aren't black. A man whose appearance inspires shock and pity take us laughing toward the boundaries of time and space, ought to be but are not. അപ്പൊ നോക്കാം. In science and with people, things are often not what they seem. ശാസ്ത്രത്തിലായാലും മനുഷ്യരിലായാലും കാര്യങ്ങളൊക്കെ പലപ്പോഴും അവ നാം കാണുന്നത് ഒന്നും തന്നെ അതുപോലെ തന്നെയല്ല. അതായത് ശാസ്ത്രത്തിലായാലും സയൻസ് ആയാലും ഇപ്പോ മനുഷ്യരിലായാലും നമ്മളിപ്പോ കാണുന്ന കാര്യങ്ങളൊന്നും റിയൽ അല്ല. ആൻഡ് പീസസ് ദാറ്റ് ought to fit together refuse to do so. ഒരുമിച്ച് കൂടിച്ചേരുമെന്ന് തോന്നുന്ന വസ്തുക്കൾ ഒരിക്കലും ഒരുമിച്ച് കൂടിച്ചേരുന്നില്ല. അവ കൂടിച്ചേരാൻ വിസമ്മതിക്കുന്നു. അതാണ് രണ്ടാമത്തെ പാരഡോക്സിന്റെ മീനിങ്. You will learn that beginnings may be endings.
തുടക്കങ്ങൾ അവസാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ lead to happiness. ക്രൂരമായ സാഹചര്യങ്ങൾ സന്തോഷങ്ങളിലേക്ക് നയിച്ചേക്കാം. Although fame and success may not. പ്രശസ്തിയും വിജയവും അങ്ങനെ ആയിരിക്കില്ലെങ്കിലും ക്രൂരമായ സാഹചര്യങ്ങൾ സന്തോഷത്തിലേക്ക് നയിച്ചേക്കാം. അതാണ് 4ാമത്തെ പാരഡോക്സ്. ഇനി 5ാമത്തെ പാരഡോക്സ് എന്ന് പറയുന്നത് two great scientific theories taken together seem to give us nonsense. 2 ഗ്രേറ്റ് ആയിട്ടുള്ള സയന്റിഫിക് തിയറീസിനെ ഒരുമിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വെറും നോൺസെൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. അതായത് 2 സയന്റിഫിക് തിയറീസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുമിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാവുക 2 നോൺസെൻസ് ആണ് എന്നുള്ള കാര്യം. empty space is not empty. ശൂന്യമായ സ്പേസ് ശരിക്കും ശൂന്യമല്ല. ബ്ലാക്ക് ഹോൾസ് ആറിൻറ്റ് ബ്ലാക്ക്. കറുത്ത ഹോൾസ് അതായത് ബ്ലാക്ക് ഹോളുകളൊന്നും ശരിക്കും ബ്ലാക്ക് അല്ല. ആൻഡ് എ മാൻ ഹൂസ് അപ്പിയറൻസ് ഇൻസ്പയർസ് ഷോക്ക് ആൻഡ് പിറ്റി ടേക്ക് us laughing toward the boundaries of time and space. ഒരാളുടെ അപ്പിയറൻസ് നമ്മളിൽ ദയയും ഷോക്കും ഉണ്ടാക്കുന്നു. അത്രയൊരു വ്യക്തി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ടൈമിന്റെയും സ്പേസിന്റെയും ബൗണ്ടറി എവിടെയാണെന്ന് കാണിക്കാൻ. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കും എവിടെയാണോ നമ്മൾ ടൈമിന്റെയും സ്പേസിന്റെയും ബൗണ്ടറി ഉള്ളത് അവിടെ അല്ല അത് ശരിക്കുള്ളത്. അപ്പോ ഇവിടെ ഒരു 8 പാരഡോക്സിനെ പറ്റിയിട്ടാണ് ഫിറ്റിഗേൽ ഫെർഗൂസൺ പറയുന്നത്. ഈ പാരഡോക്സസ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബിഗിനിങ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ പറയുന്നതാണ്. അപ്പൊ നമുക്ക് ആ 8 പാരഡോക്സസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ളത്. അതെന്തൊക്കെയാണ്? ശാസ്ത്രത്തിലായാലും മനുഷ്യരിലായാലും കാര്യങ്ങളൊക്കെ പലപ്പോഴും അവ നാം കാണുന്നതൊന്നും അതുപോലെയല്ല. അതാണ് ഫസ്റ്റ് പാരഡോക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാരഡോക്സ് എന്ന് പറഞ്ഞാല് എന്താ? പീസസ് ദാറ്റ് ought to fit together refuse to do. ഒരേപോലെയുള്ള 2 വസ്തുക്കളെ കൂടിച്ചേര് നിരസിക്കുന്നു, അതിനെ റിഫ്യൂസ് ചെയ്യുന്നു. You will learn at beginning. തുടക്കങ്ങൾ അവസാനമാണ് എന്ന് പഠിക്കും. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് led to happiness. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതായത് ക്രൂരമായ സാഹചര്യങ്ങൾ സന്തോഷത്തിലേക്ക് നയിച്ചേക്കാം. പ്രശസ്തിയും വിജയവും അങ്ങനെ ആയിരിക്കണം എന്നില്ല. Two great scientific theories taken together seem to give us nonsense. 2 സയന്റിഫിക് തിയറീസ് ഒരുമിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വെറും നോൺസെൻസ് മാത്രമായിരിക്കും. empty space isn't empty. ശൂന്യമായ സ്ഥലം ശൂന്യമല്ല, സ്പേസ് ശൂന്യമല്ല. ബ്ലാക്ക് ഹോൾസ് aren't black. ബ്ലാക്ക് ഹോൾസ് ശരിക്കും ബ്ലാക്ക് അല്ല. ആൻഡ് എ മാൻ whose appearance inspires shock and pity take us laughing toward the boundaries of time and space ought to be but are not. അപ്പോ 8ാമത്തെ പാരഡോക്സ് എന്ന് പറയുന്നത് ഒരാളുടെ അപ്പിയറൻസിൽ നമ്മൾ ദയയും ഷോക്കും, ഒരാളുടെ അപ്പിയറൻസ് കണ്ടിട്ട് നമുക്ക് ദയയും അതുപോലെ ഷോക്കും തോന്നുവാണെങ്കിൽ അത്തരം ഒരു വ്യക്തി നമ്മളെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ടൈമിന്റെയും സ്പേസിന്റെയും ബൗണ്ടറി കാണിച്ചു തരാന്ന് പറഞ്ഞു കൊണ്ടുപോകും. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോ എവിടെയാണോ ടൈമിന്റെയും സ്പേസിന്റെയും ബൗണ്ടറി ഉണ്ട് എന്ന് പറഞ്ഞത് അവിടെ ആ ബൗണ്ടറി ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, it is of course of miracle that Hawking has been able to achieve everything he has. It is of course a miracle.
ഇത് തികച്ചും ഓഫ്കോഴ്സ് തികച്ചും ഒരു മിറക്കിൾ ആണ്. ദാറ്റ് ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവറിത്തിങ് ഹി ഹാസ്. കാരണം ഹോക്കിങ്ങിന് അദ്ദേഹത്തിന്റെ ലൈഫിൽ, ഇന്ന് അദ്ദേഹത്തിന്റെ ലൈഫിലുള്ളതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റി, അതായത് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മിറക്കിൾ തന്നെയാണ്. ദാറ്റ് ഹി ഈസ് സ്റ്റിൽ അലൈവ്. അപ്പൊ ഇവിടെ പറയുന്ന ഹി ഈസ് സ്റ്റിൽ അലൈവ് എന്നാണ്. അപ്പൊ ഈ നമ്മുടെ ഈ പ്രൊഫൈൽ ഉണ്ടല്ലോ, കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ മരണത്തിന് മുന്നെയാണ്. സ്റ്റീഫൻ ഹോക്കിങ് മരിക്കുന്നത് 2018 അതിനു മുന്നെയാണ് നമ്മുടെ കിറ്റി ഗെയിൽ ഫെർഗൂസൺ ഈ പ്രൊഫൈൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ ഇവിടെ സ്റ്റിൽ അലൈവ് എന്ന് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്താപ്പോ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്ന് അദ്ദേഹം നേടിയ കാര്യങ്ങളെല്ലാം നേടി എന്ന് പറയുന്നതും തികച്ചും ഒരു മിറാക്കിൾ ആണ്. ദാറ്റ് ഹി ഈസ് സ്റ്റിൽ അലൈവ്. However, when you experience his intelligence and humor, you begin to take his unusual mode of communication. However, when you experience his intelligence, experience you begin to take his unusual mode of communication and his obviously catastrophic physical problems no more seriously than he sees to himself. അതായത് communication is obviously physical problems no more seriously than he seems to himself. നമ്മൾ എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇന്റലിജൻസും ഹ്യൂമറും എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, അദ്ദേഹത്തിന്റെ കറ്റാസ്ട്രോഫിക് ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഡിസീസ് ഒന്നും അത്ര സീരിയസ് ആയി എടുക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷനും അദ്ദേഹത്തിന്റെ ഇന്റലിജൻസിനും നമുക്ക് അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസിനെ ഒരിക്കലും ഡിസ്പ്ലേ ചെയ്ത് തരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്കില്ല് അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസിന്, ഫിസിക്കൽ ആയിട്ടുള്ള ശരിക്കും അതിൽ അദ്ദേഹത്തിന് he chooses difficulty and he expects to adopt the same attitudes. അങ്ങനെ അദ്ദേഹത്തിന്റെ ഡിഫിക്കൽറ്റിയെ ഇഗ്നോർ ചെയ്യാൻ, അതായത് ഇല്ലാതാക്കാനും, അതേഴ്സ് ടു അഡോപ്റ്റ് അങ്ങനെ നമുക്കിപ്പോ ഒരു രോഗമുണ്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ലൈഫിൽ സക്സസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്റെ രോഗത്തെ മറികടന്ന് എല്ലാത്തിനും ഇഗ്നോർ ചെയ്ത് നിരസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന് വേണ്ടത്. അത് തന്നെയുള്ളവർ കാണാനുമാണ് സ്റ്റീഫൻ ഹോക്കിങ് ആഗ്രഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സെയിം ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും, ഇങ്ങനെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവണം എന്ന് അദ്ദേഹം പറയുവാണ്. സ്റ്റീഫൻ ഹോക്കിങ് ഹാസ് overcome his crippling disease to become the supernova of world physics. അദ്ദേഹത്തിന്റെ എല്ലാ ഡിസീസസും ഓവർകം ചെയ്ത് സൂപ്പർനോവ ഓഫ് ഫിസിക്സ് ആയിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പാഠഭാഗം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. മെയിൻ ആയിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ശരിക്കും ഒരു ക്രോണോളജിക്കൽ ഓർഡറിലൊന്നുമല്ല അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഫസ്റ്റ് തുടങ്ങുന്നത് കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ വെച്ച് അദ്ദേഹത്തിന് 38 വയസ്സുള്ള കാര്യം പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം പബ്ലിഷ് ചെയ്യുന്നതും പിന്നെ അദ്ദേഹം എങ്ങനെയെല്ലാം നേടി എന്നൊക്കെ പറയുകയും ചെയ്യുന്നിടത്താണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ വർക്ക് 2018 മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാ. അതുകൊണ്ടാണ് ഹി ഈസ് സ്റ്റിൽ അലൈവ് എന്നുള്ള ഫ്രേസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം 2018 സ്റ്റീഫൻ ഹോക്കിങ് മരിച്ചിട്ടുള്ളത്. അതിനു മുന്നേ എഴുതപ്പെട്ട വർക്ക് ആയതുകൊണ്ടാണ് ഇതിലിവിടെ ഹി ഈസ് സ്റ്റിൽ അലൈവ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന്